തനത് ഭാരതീയ കലകളെ ഉയർത്തിപ്പിടിക്കുന്ന ഡൽഹിയിലെ സ്പിക്മാക്കയുമായി ചേർന്ന് കൊച്ചിയിലെ അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസ് യുവാക്കൾക്കായി ക്യാമ്പസിൽ 14 ആട്ടക്കളരികൾ ഒരുക്കി. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിധി തന്നെയാണ് ഇന്ന് എന്ന് വ്യക്തമായി നമുക്ക് സൂചിപ്പിക്കാം. കാരണം കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയേറെ ശ്രദ്ധേയമായ ഒരു വിധി ഉണ്ടായിട്ടില്ല. കേസിലെ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തമാണ് ഇന്ന് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി തുളസീദാസ് വിധിച്ചിരിക്കുന്നത്. ഈ കേസിൽ മൊത്തം 25 പ്രതികളാണുള്ളത്. അതിൽ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നാം പ്രതി അർഷാദ് വിദേശത്ത് ഒളിവിലാണ്. ഇദ്ദേഹത്തിന്റെ വിചാരണ പിന്നീട് നടക്കും എന്ന് മാത്രമാണ് കോടതി അറിയിച്ചത്. മറ്റെല്ലാ പ്രതികൾക്കും 2 മുതൽ 25 വരെയുള്ള എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു വസ്തുത. ഏതാണ്ട് തലശ്ശേരി കോടതിയുടെ ചരിത്രത്തിൽ 200 വർഷം പഴക്കമുള്ള കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കേസിലെ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം തടവ് വിധിക്കുന്നത് എന്നതും വളരെ എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. 2002 മെയ് 23-നാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ചാവശ്ശേരിയിലെ ഉത്തമന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉത്തമന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുന്ന ഒരു ജീപ്പിന് നേരെ ഉണ്ടായ അക്രമമാണ് 2 പേരുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. അതിൽ അമ്മുവമ്മ, യാത്രക്കാരിയായിരുന്ന ഈ ഉത്തമന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്ന അമ്മു അമ്മ എന്ന 70 വയസ്സുകാരിയും അതുപോലെ തന്നെ ജീപ്പിന്റെ ഡ്രൈവർ ഷിഹാബുമാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ചാവശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഏതാണ്ട് മുഴുവൻ ആളുകളും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പോൾ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടു എന്നതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരു കുടുംബത്തിലെ 3ഉം 4ഉം പേർ ഇപ്പോൾ ജയിലിലേക്ക് പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പി ബാബു സത്യരാജും അതുപോലെ തന്നെ അംബിക സുധനുമാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായിരിക്കുന്നത്. നേരത്തെ ഏതാണ്ട് 1 വർഷം മുമ്പ് തന്നെ ഇതിന്റെ വാദപ്രതിവാദം പൂർത്തിയാക്കിയെങ്കിലും കേസിന്റെ അന്തിമ വിധി വരുന്നത് നീണ്ടുപോവുകയായിരുന്നു. ഇതേ തുടർന്ന് അമ്മൂമ്മയുടെ മകനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്നായിരുന്നു എത്രയും പെട്ടെന്ന് ഇതിൽ വിധി പ്രസ്താവന ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ ശ്രദ്ധേയം, കൃഷ്ണരാജ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശ്രദ്ധേയമായ ഒരു കേസിന്റെ വിധി തന്നെയായിരുന്നു ഇന്ന് ഈ അമ്മൂമ്മ കൊലക്കേസിലൂടെ ഇന്ന് തലശ്ശേരി കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്.